കഴിഞ്ഞ 5 ദിവസം മുമ്പ് പാർലമെന്റിനകത്ത് ഒരു ചോദ്യം കോൺഗ്രസ് എംപിമാര് ചോദിച്ചു. എന്താണെന്നറിയണ്ടേ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: കേരള സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേന്ദ്രം അറിഞ്ഞോ? ചോദ്യമാ. നമുക്ക് മന്ത്രിമാരോട് ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം കേന്ദ്രം പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. MP ചോദിക്കുകയാണ്, അത് ഇത്രയും ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ, ആക്ച്വലി അതിദാരിദ്ര്യത്തിൽ നിന്നാണ് മാറിയത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് റേഷൻ കാർഡിന്റെ ആവശ്യമില്ലല്ലോ. എത്ര റേഷൻ കാർഡ് അതിൽ നിന്ന് മാറ്റേണ്ടി വരും? നമുക്കറിയാം, റേഷൻ കാർഡിനെ AI നമ്മുടെ ആ പദ്ധതിയിൽപ്പെടുത്തിയാണ്, കേന്ദ്രത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തിയാണ്. അവർ മറന്നുപോയി. എന്താണിത്? റേഷൻ കാർഡ് ഇല്ലാത്തത് ആരും ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതാ. എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത്? ഒരു തുമ്പിട്ട് കൊടുക്കുകയാണ്. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന റേഷൻ അതെങ്ങനെയല്ലോ ഒന്ന് വെട്ടി മാറ്റണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തുറന്നടിച്ച് അവിടെയുള്ള ഭരണപക്ഷത്തുള്ള MP തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അവർ ചമ്മിപ്പോയി. ഇതാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതരെ, ഞാൻ എല്ലാ വികസന പദ്ധതികൾക്കും കൂടെ വന്ന് സഹായിക്കണമെന്നൊന്നും പറയുന്നില്ല. ഇത്രയും വികസന പദ്ധതികൾ ചെയ്യുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഇന്ന് കോൺഗ്രസ് പാർട്ടിയോ UDF ഇത് നന്നായിരിക്കുന്നു അല്ല അതിനോട് സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ആരോപണങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇന്ന് കേന്ദ്രം, നമുക്കറിയാം, സാമ്പത്തികമായി ഞെരുക്കം, നമുക്ക് അർഹതപ്പെട്ട പണം തരാതിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുവാൻ പോലും ഈ കേരള ജനതയ്ക്ക് വേണ്ടി ഇന്ന് UDF തയ്യാറല്ല.